എങ്ങനെയുണ്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. സാറ് കോൺഗ്രസിൻ്റെ? ഞാൻ കോൺഗ്രസിൻ്റെ മഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റാണ്. പേര് ഹുസൈൻ വല്ലാഞ്ചിറ ആണല്ലേ? എനിക്കിവിടെ മുനിസിപ്പാലിറ്റിയിൽ വീട്ടിക്കുത്ത് ബൂത്തിൻ്റെ ചാർജാണ്. അത് KPCCയും DCCയും ഇലക്ഷൻ കമ്മിറ്റി ഏൽപ്പിച്ചതാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആണ്. ഇവിടെ മത്സരം രണ്ടുപേര് തമ്മിലേ ഉള്ളൂ. ഇടതുപക്ഷവും വലതുപക്ഷവും. സംശയം എന്താ? വേറൊന്നും ഇവിടെ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അൻവർ ഒരു വെല്ലുവിളിയാണെന്ന് തോന്നുന്നു. ഇല്ല, ഒന്നുമില്ല. ഈ ഇലക്ഷന് ഈ അൻവർ കാരണമാണ് ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് ആളുകൾ കാണുന്നത്. ഒരു തർക്കോ കാര്യത്തിലില്ല. അൻവർ ഒരു ഭീഷണിയല്ല, UDF സംബന്ധിച്ച് ഒരു ഭീഷണിയല്ല, ഒരു പ്രശ്നമല്ല. ഇവിടെ നമ്മൾ വിജയം ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കോ കാര്യത്തിലില്ല. അല്ല, അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാത്ത ഒരു ദോഷം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ നിലമ്പൂർ? അങ്ങനെ ഒരു വ്യാപകമായ പ്രചരണം നടക്കുന്നു? ഒരിക്കലുമില്ല. അൻവർ ഞാനത് പറയുന്നില്ല. അൻവറിൻ്റെ നിലപാട് ശരിയല്ല. ഇങ്ങനെയൊന്നല്ല ഇടപെടേണ്ടിയിരുന്നത്. ഇങ്ങനെയൊന്നല്ല. അൻവറുടെ നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന ആളെ ഞങ്ങൾ ഒരുമിച്ച് കേസിലൊക്കെ വർക്ക് ചെയ്തിട്ട് ആളുകളാണ്. പക്ഷേ അൻവറിൻ്റെ നിലപാട് ശരിയല്ല. തുടക്കം തൊട്ടേ നിലപാട് ശരിയല്ല. അത് കൃത്യമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. UDFൻ്റെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിനെ കുറിച്ച്. ഈ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട, അതോ UDFനോട്? അദ്ദേഹത്തിൻ്റെ അജണ്ട ഓരോ അനുനിമിഷം മാറിയല്ലേ? അനുനിമിഷം മാറി നേരത്തെ തൊട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അതാണോ ഇപ്പം ഇവിടെ പ്രതിഫലിച്ചത്? ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട്, അഭിപ്രായം അനുനിമിഷം മാറുക. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരുണ്ടോ? അങ്ങനെ ഒരു പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ഒരു നിലപാടുണ്ടോ? സ്വരാജ് ഭീഷണിയാണോ? സ്വരാജ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ തന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വരുമ്പോൾ അതെങ്ങനെയാണ്? അതിനേക്കാളേറെ രാഷ്ട്രീയമായും കുടുംബപരമായിട്ടും വേരുറപ്പുള്ള ആര്യാടൻ സാറിൻ്റെ മകനാണ് ഷൗക്കത്ത്. ആര്യാടൻ കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ് ഷൗക്കത്ത്. അപ്പോൾ ആ ഒരു താഴ്വേര് അറുക്കാനൊന്നും ആരുമില്ല. നിലവിലൊരു സ്ഥാനാർത്ഥി 1 വർഷം മുമ്പ് മത്സരിച്ചായിരുന്നല്ലോ. അതെ. അപ്പോൾ ആ ഒരു മത്സരവും ഈ ഒരു വിലയിരുത്തലും കൂടെ അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ആ ഒരു മത്സരം ഈ മത്സരമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു ചെറിയ പ്രയാസം ഉണ്ടായിട്ടില്ല. UDFന്, കോൺഗ്രസിന് ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, തൊട്ട് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല. അത്രയും സുതാര്യമായിട്ട് ഒരു തർക്കവുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു പരിഭവമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നില്ലേ? എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ? അതിപ്പോൾ പറയാൻ അത് ഒരു രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കിടക്കുന്ന സമയത്ത് അതൊക്കെ പറയാൻ പറ്റും. 1-ാം ഘട്ട പ്രവർത്തനം ഏതാണ്ട് കഴിഞ്ഞു. 2-ാം ഘട്ട പ്രവർത്തനമായിട്ട് ഞങ്ങൾ വീടുകളൊക്കെ സമീപിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. എന്തായാലും 20-ൻ്റെ മുകളിൽ ഞങ്ങൾ ഭൂരിപക്ഷം മുകളിൽ തിരിച്ചു പിടിക്കുക. എന്താ സംശയം? അതിന് തർക്കമില്ല. ആര്യാടൻ സാറിൻ്റെ പൈതൃകം, ആ പാരമ്പര്യം ഉള്ള മണ്ണ്, അദ്ദേഹത്തെ സ്നേഹിച്ച ആളുകൾ ജീവിക്കുന്ന മണ്ണ്, അദ്ദേഹത്തിൻ്റെ മണ്ണ്. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് ഒരു ഭീഷണിയില്ല. ഉണ്ടോ? ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിയിട്ടാണ്? ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച്, ഞാൻ വേങ്ങര KPCC മെമ്പറാണ്, UDFൻ്റെ ചെയർമാനാണ് വേങ്ങര നിയോജകമണ്ഡലം. പേര് PA ചെറീദ്. ചെറീദ്. ഈ തെരഞ്ഞെടുപ്പ് നല്ല മത്സരമാണ്. ബൈ ഇലക്ഷൻ അല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മത്സരം. ഇവിടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലമ്പൂർ, ഇത് കുഞ്ഞാക്കാൻ്റെ നിലമ്പൂരാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് വിലയിരുത്തലനുസരിച്ച് ഒരു ബമ്പിച്ച ഭൂരിപക്ഷത്തിന്, നേരത്തെ പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി വലിയ ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടെ ഇവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കം. പ്രചരണം ശക്തമാണോ? PV അൻവർ ഒന്നുമല്ല, നത്തിങ്ങാണ്. ഇവിടെ PV അൻവറിൻ്റെ ഒരു വിഷയമല്ല. ഓരോരോ മണിക്കൂറുകളും മിനിറ്റുകൾക്കനുസരിച്ച് വാക്കിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന PV അൻവർ ജനങ്ങളുടെ ഇടയിൽ വളരെ മോശമായ ഒരു ചിത്രമാണ് അൻവറിനെ സംബന്ധിച്ചുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് ഈ PV അൻവർ 10 വോട്ട് പിടിച്ചാലും അത് ആരെയായിരിക്കും കൂടുതലായിട്ട് പറയുക? അത് LDFനെ ആയിരിക്കും, UDFനെ? 10 വോട്ട് പിടിക്കില്ല PV അൻവർ. അവൻ പിടിക്കില്ല.
10,000 വോട്ട് പിടിക്കില്ല. ഇല്ല, പിടിക്കില്ല. 10,000 വോട്ട് പിടിക്കില്ല. ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നടക്കുമ്പോൾ അറിയാതെ. ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിന്, റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. യാതൊരു ഒത്തുകുറവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.